തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ തൃത്വത്തെ പറ്റിയാണ്. വിശുദ്ധ തൃത്വം എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന 3 പേഴ്സണാലിറ്റികൾ ചേർന്നതാണ് വിശുദ്ധ തൃത്വം. വിശുദ്ധ തൃത്വം എന്നൊരു വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും കാണത്തില്ല. കാരണം 2-ാം നൂറ്റാണ്ടിലാണ് വേദശാസ്ത്ര പണ്ഡിതന്മാര് ട്രിനിറ്റിയെ പറ്റി അവർ വിശകലനം ചെയ്ത് പഠിച്ച് അവതരിപ്പിച്ച് പലവിധമായ മീറ്റിങ്ങുകളെല്ലാം ശേഷം അത് തീരുമാനിക്കുകയും നിഖ്യാ സിനോദോസിൽ അവതരിപ്പിക്കുകയും അങ്ങനെയാണ് അത് അപ്രൂവ് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഒരല്പം പ്രയാസമാണ്. കാരണം അത് നമുക്ക് എങ്ങനെ നമ്മളത് ഉൾക്കൊള്ളുന്നു, അതെങ്ങനെയാണെന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവാനാവാത്ത വിധം അത് ഒത്തിരി ഡീപ്പാണ് അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ വെച്ച് അതിനെ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒന്നാമതായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ശരീരം എന്ന് വെച്ചാൽ അത് 3ആയി വിഭജിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ദേഹം, ദേഹി, ആത്മാവ് എന്ന് അവയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എന്നാണ് അല്ലേ. 1 തെസ്സലോനിക്കർ 5:23 വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വരവിനായി നിങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ജീവനെയും കുറ്റമറ്റ വിധം കാത്തുകൊള്ളട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ എത്ര പേരുണ്ട് അവിടെ? 3 പേരുടെ 3 കാര്യങ്ങൾ പറഞ്ഞു. ദേഹവും ദേഹി ആത്മാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എത്ര പേരുണ്ട്? നമ്മൾ ഒരാളേ ഉള്ളൂ. പക്ഷെ 3 കാര്യങ്ങളോടെ പറഞ്ഞു. ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എന്ന് അവിടെ പറഞ്ഞു. ഇനി നമുക്ക് അതേക്കുറിച്ച് വിശദമായി ഒന്ന് നോക്കാം. ബോഡി അഥവാ ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ഫിസിക്കൽ ബോഡി, നമ്മുടെ ശരീരം. മൈൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് നമ്മുടെ ദേഹി അഥവാ നമ്മുടെ മൈൻഡ്. ഇനി നമ്മൾ നോക്കേണ്ടത് ആത്മാവ് എന്ന് വെച്ചാൽ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന എന്താണോ അതാണ് ആത്മാവ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്കും വേദവായനയ്ക്കും നമ്മൾ ദൈവത്തോട് അടുക്കുന്ന എന്തോ അതെല്ലാം ആത്മാവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ 3 ഭാഗങ്ങൾക്കും 3 ഉത്തരവാദിത്തമാണ്. ദേഹത്തിന്റെ ഉത്തരവാദിത്തം അല്ല ദേഹിയുടെ ഉത്തരവാദിത്തം, ദേഹിയുടെ ഉത്തരവാദിത്തം അല്ല ആത്മാവിന്റെ ഉത്തരവാദിത്തം. അപ്പോൾ അത് 3 കൂടെ ചേർന്നാൽ മാത്രമേ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യനാവുന്നുള്ളൂ അല്ലെ. ഒരു മനുഷ്യന്റെ അസ്തിത്വം എന്ന് വെച്ചാൽ ഇത് 3 ചേരുന്നതാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ദേഹി എന്ന് പറയുന്നത് നമ്മെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ദേഹി എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിത്വമാണ്. നമ്മുടെ ഓരോ ചിന്തകൾ അത് നമ്മൾ ഏത് രീതി ചിന്തിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ നമ്മിലേക്ക് അടുപ്പിക്കുന്ന, നമ്മൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് ദേഹി എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ്. അതിൽ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഉൾക്കൊള്ളുന്നത്. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ദേഹം എന്ന് വെച്ചാൽ നമ്മെ ഈ ലോകത്തോട് ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ദേഹം. അപ്പം നമ്മൾ കാണുന്ന നമ്മുടെ ഫിസിക്കൽ ബോഡി നമ്മെ ലോകത്തോട് അടുപ്പിക്കുന്നു. നമ്മുടെ മൈൻഡ് നമ്മെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നു. ഇനി സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് എന്ന് പറയുന്നതാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒന്നാണ്. ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി എന്നാണ്. ആദ്യം നമ്മൾ കണ്ടു നമ്മുടെ പേഴ്സണാലിറ്റി, അത് മൈൻഡാണ്. ഇപ്പം നമ്മൾ കാണുന്ന നമ്മുടെ ആത്മാവ്, അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. നമ്മളെ ദൈവത്തോടുള്ള ബന്ധത്തെയാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ട 3 ഭാഗങ്ങളും 3 ഫങ്ഷനാണ് ചെയ്യുന്നത്. പിതാവിന്റെ ദേഹത്തിന്റെ ഫങ്ഷൻ അല്ല ദേഹിയുടെ ഫങ്ഷൻ, ദേഹിയുടെ ഫങ്ഷൻ അല്ല ആത്മാവിന്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് 3 കൂടെ ചേർന്നാൽ മാത്രമേ ഒരു ശരീരം കറക്റ്റായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും 2-3 പ്രാവശ്യം കേൾക്കണേ. കേട്ടാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. വീണ്ടും ഒരു വീഡിയോയുമായി കണ്ണുവരെയും ഇതിൽ നാം മാത്രം മഹത്വപ്പെടുന്നതാണ്.